നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ് കേട്ടോ. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. പൊടി നല്ലോണം മൂത്ത് വന്ന ശേഷം അതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നല്ലോണം പൊടി ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പൊടി നല്ലോണം ചൂടായി പാകമായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ചൂടാക്കിയ പൊടികളെല്ലാം ഒന്ന് ചൂടാറിയതിന് ശേഷം ഒരു ചെറിയ ജാറിലോട്ട് മാറ്റി അതിലോട്ടൊരു തക്കാളിയും കൂടി ഇട്ട് ഒരു പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായതിന് ശേഷം അതിലോട്ട് കുറച്ച് ഉലുവ കൂടി ഇട്ട് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഉലുവ എല്ലാം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ചെറുതായി ഒന്ന് മൂപ്പിച്ച ശേഷം അതിലോട്ടൊരു 3-4 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ച മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ കറിക്കൊരു നല്ല കൊഴുപ്പും കൂടി ഉണ്ടാവും കേട്ടോ. അതിനാണ് ഇങ്ങനെ അരച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് നല്ലോണം മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് പുളിവെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. കറി ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കിലോ അളവിലുള്ള ഒരു കുഞ്ഞു മത്തിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീനെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വറ്റി വരുന്നതിന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കറി ഇവിടെ പാകമായി വന്നിട്ടുണ്ട് കേട്ടോ, വറ്റിയിട്ട്. അപ്പം ഇതിലോട്ട് 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നമുക്ക് കറി വാങ്ങി വയ്ക്കാം. മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ.